ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. ഇന്ന് ഞാനൊരു GK ഫാക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും അതേപോലെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കൂ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റും കൂടെ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. നമുക്ക് എന്താണ് GK ഫാക്റ്റ് എന്ന് നോക്കാം. എന്താണ് സൈക്ലോൺ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, മലയാളത്തിൽ എന്താ പറയുക, ചുഴലിക്കാറ്റ്. ഈ ചുഴലിക്കാറ്റുകൾക്ക് ആരാണ് പേരിട്ട് കൊടുക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. നമ്മുടെ ലോകത്ത് എവിടെയൊക്കെ ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നോ ഓരോ ചുഴലിക്കാറ്റിനും നമ്മൾ ഓരോ പേരുകൾ ഇട്ടിട്ടാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പേരുകളൊക്കെ എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് സൈക്ലോൺ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. A cyclone is a type of intense storm that forms over the ocean, typically in tropical areas. It's a huge spinning mass of clouds and thunderstorm that can bring heavy rain, strong winds and even cause flooding. അപ്പോൾ എന്താണ് നമ്മുടെ സൈക്ലോൺ എന്നാണ് പറഞ്ഞത്? ട്രോപ്പിക്കൽ ഏരിയാസിൽ ഓഷ്യൻ്റെ മുകളിൽ ഒരു ഇന്റൻ സ്റ്റോം ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലോൺ എന്ന് പറയുന്നത്. എന്തായിരുന്നു? നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയാസിൽ ഓഷ്യൻ്റെ മുകളിലായിട്ട് ഇൻറ്റൻസ് സ്റ്റോം ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലോൺ എന്ന് പറയുന്നത്. ഈ സൈക്ലോൺ എന്തിലേക്കൊക്കെ ലീഡ് ചെയ്യാമെന്നാണ് പറയുന്നത്? ഹെവി റെയിൻ, സ്ട്രോങ് വിൻഡ്സ് ആൻഡ് ഈവൻ കോസ് ഫ്ലഡിങ്ങിലേക്ക് വരെ എന്ത് ചെയ്യാം? ഈ സൈക്ലോണുകൾ നമ്മളെ ലീഡ് ചെയ്യാം അല്ലേ. വെള്ളപ്പൊക്കം, നല്ല സ്ട്രോങ് വിൻഡ്, ഇതെല്ലാം സൈക്ലോണിൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ ഹ്യൂജ് ആയിട്ടുള്ളൊരു മാസ് ഓഫ് ക്ലൗഡ്സിൻ്റെ ഇഫക്റ്റ് കാരണം ഉണ്ടാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സൈക്ലോൺ നോക്കാം. സൈക്ലോൺ എന്താണ്? ട്രോപ്പിക്കൽ ഏരിയാസിൽ ഓഷ്യൻ്റെ മുകളിൽ ഒരു ഇന്റൻ സ്റ്റോം രൂപപ്പെടും. അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സൈക്ലോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി സൈക്ലോണിന് ആരൊക്കെയാണ് പേരിട്ട് കൊടുക്കുന്നത് നോക്കാം. ഹൂ നെയിംസ് എ സൈക്ലോൺ? ആരാണ് സൈക്ലോണിന് പേരിട്ട് കൊടുക്കുന്നത്? From the year 2020, cyclone naming is done by these organizations. അപ്പോൾ എന്താ പറയുന്നത്? ഫ്രം 2020 ഓൺവേർഡ്സ് സൈക്ലോണുകൾക്ക് പേരിട്ട് കൊടുക്കുന്നത് ഈ രണ്ട് ഓർഗനൈസേഷൻസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ദ വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ WMO ആൻഡ് ദ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക്. ഈ രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ഫ്രം 2020 ഓൺവേർഡ്സ് സൈക്ലോണുകൾക്ക് പേരിട്ട് കൊടുക്കുന്ന രണ്ട് ഓർഗനൈസേഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ട ഫാക്റ്റുകൾ? എപ്പോൾ തൊട്ടിട്ടാണ് സൈക്ലോണിന് പേരിടാൻ തുടങ്ങിയത്? ഫ്രം 2020 ഓൺവേർഡ്സ്. ഇനി ഏതൊക്കെയാണ് ഓർഗനൈസേഷൻസ്? ദ വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് ദ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക്. ഈ രണ്ട് ഓർഗനൈസേഷൻസ് ആണ് നമ്മുടെ സൈക്ലോണുകൾക്ക് പേരിട്ട് കൊടുക്കുന്നത്. ഇത് വേൾഡിലെ കാര്യമായിട്ടോ പറയുന്നത്. ഫ്രം ദ ഇയർ 2020 2020 ഓൺവേർഡ്സ് സൈക്ലോണുകൾക്ക് പേരിട്ട് കൊടുക്കുന്ന രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ഈ WMOയും ESCAP എന്ന് പറയുന്ന രണ്ട് ഓർഗനൈസേഷൻസ്. പഠിച്ചല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മുടെ സൈഡിൽ, അതായത് ഇന്ത്യയിൽ ഉണ്ടാവുന്ന സൈക്ലോണുകൾക്ക് ഇട്ടുകൊടുക്കുന്ന പേര് ആരൊക്കെയാണ് പേരിടുന്നത് നമുക്ക് നോക്കാം. ഇൻ അവർ പാർട്ട് ഓഫ് ദ വേൾഡ്, ദ നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ അല്ലെ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഓഷ്യനിൽ ഈ സൈഡിൽ, നമ്മുടെ നോർത്ത് സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സൈക്ലോണുകൾ ഉണ്ടാവുമ്പോൾ അതിന് ആരൊക്കെയാണ് പേരിടുന്നത് നോക്കാം നമുക്ക്. ദ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഗീവ്സ് നെയിം ടു സൈക്ലോൺ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ രൂപപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈഡുകളിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിട്ട് കൊടുക്കുന്നത് ദ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, അവർ എല്ലാ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും നെയിംസ് അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അതിനൊരു പേര് ചൂസ് ചെയ്തിട്ട് കൊടുക്കുന്നത് ആരാണ്? ദ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് പേര് അതിന് സൈക്ലോണിന് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈഡിൽ ഉണ്ടാകുന്ന സൈക്ലോണുകൾക്ക് പേരിട്ട് കൊടുക്കുന്നത് ദ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇന്ത്യ ഹാസ് എ ലോങ് കോസ്റ്റ് ലൈൻ, സോ ഇറ്റ് ഫേസസ് സൈക്ലോൺ ഫ്രം ബോത്ത് സൈഡ്സ് അല്ലേ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കോസ്റ്റൽ ലൈൻ ആയത് കാരണം തന്നെ നമുക്ക് രണ്ട് സൈഡുകളിൽ നിന്ന് എന്ത് വരാം? സൈക്ലോണുകളുടെ എഫക്റ്റ് വരാം, അല്ലെങ്കിൽ സൈക്ലോൺ ഫേസ് ചെയ്യേണ്ടി വരാം. ഏതൊക്കെയാണ്? ദ ബേ ഓഫ് ബംഗാളും ആൻഡ് ദ അറേബ്യൻ സീ.
ഇവിടുന്ന് രണ്ടിന്ന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാവുന്ന സൈക്ലോണിൻ്റെ എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടാം എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് കോസ്റ്റ് ലൈനാണ്. സോ അപ്പോൾ എവിടെയെങ്കിലും ഈ രണ്ട് ഓഷ്യനിൽ എവിടെ വേണമെങ്കിലും എന്തുണ്ടാവാം, സൈക്ലോൺ ഉണ്ടാവുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്കും കൂടെ അല്ലെങ്കിൽ ഇന്ത്യക്കും കൂടെ എഫക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ത്യയിൽ സൈക്ലോണുകളുടെ പേരിട്ട് കൊടുക്കുന്നത് ആരാണ്? ദ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് സൈക്ലോണിന് ഇന്ത്യയിൽ പേരിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് സൈക്ലോണിൻ്റെ കാറ്റഗറി ഒന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് 62 to 87 km/h സ്പീഡിൽ വരുന്ന സൈക്ലോണുകളാണ് നമ്മൾക്ക് ആദ്യം പറയാനുള്ളത്. അത് ജസ്റ്റ് എന്താണ്, മിനിമൽ ഡാമേജ് മാത്രമേ വരത്തുള്ളൂ. ഏത് 62 to 87 km/h സ്പീഡിൽ വരുന്ന സൈക്ലോണുകൾ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 88 to 117 km/h സ്പീഡിൽ വരുന്ന സൈക്ലോണുകൾ. അതെങ്ങനെയാണ്, മോഡറേറ്റ് ഡാമേജ് ആണ് ആ സ്പീഡിൽ വരുന്ന സൈക്ലോണുകൾ കൊണ്ട് ഉണ്ടാവുന്നത്. ഇനി തേർഡ് വരുന്നതാണ് 118 to 167 km/h. അതെങ്ങനെയാണ്, എക്സ്റ്റെൻസീവ് ഡാമേജ് ആണ് ആ സ്പീഡിൽ വരുന്ന സൈക്ലോണുകൾ ഉണ്ടാക്കുന്നത്. ദെൻ ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നതാണ് 168 to 221 km/h വരുന്ന സൈക്ലോണുകൾ. അതെങ്ങനെയാണ്, എക്സ്ട്രീം ഡാമേജ് ആണ് ആ സ്പീഡിൽ വരുന്ന സൈക്ലോണുകൾ ഉണ്ടാക്കുന്നത്. ദെൻ ഫിഫ്ത്ത് കാറ്റഗറിയിൽ വരുന്നതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 222 km/h സ്പീഡിൽ വരുന്ന സൈക്ലോണുകൾ. അതെങ്ങനെയാണ്, കാറ്റാസ്ട്രോഫിക് ഡാമേജ് ആണ് ആ സ്പീഡിൽ വരുന്ന അല്ലെങ്കിൽ ആ സ്പീഡുകളിലുള്ള സൈക്ലോണുകളുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ km/h വരുന്ന സൈക്ലോണുകളുടെ ഡാമേജിൻ്റെ എഫക്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റിൽ മിനിമൽ ഡാമേജേ ഉള്ളൂ, സെക്കൻഡിൽ വരുന്നത് മോഡറേറ്റ് ഡാമേജാണ്, തേർഡിൽ വരുന്നത് എക്സ്റ്റെൻസീവ് ഡാമേജും, അതേപോലെ ഫോർത്തിൽ എക്സ്ട്രീം ഡാമേജും, ഫിഫ്ത്തിൽ വരുന്നത് കാറ്റാസ്ട്രോഫിക് ഡാമേജും ആണ്. ആ സ്പീഡ് എത്രയുടെ സ്പീഡിൻ്റെ ഉള്ളിലാണ് ഇത്രയൊക്കെ എഫക്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് എന്താണെന്ന്. മെയിനായിട്ട് ഈ കാര്യങ്ങൾ നോക്കുക. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേൾഡിൽ സൈക്ലോണുകൾക്ക് പേരിട്ട് കൊടുക്കുന്നത് ആരാണ്, അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ സൈക്ലോണുകൾക്ക് പേരിട്ട് കൊടുക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും, അതേപോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അധികം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ.